നമസ്കാരം. സുഗതകുമാരി ടീച്ചറിന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി KPCC ബിജാർ വിഭാഗ് വർക്കല ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ വർക്കല BR ബിൽഡിംഗിൽ ഭാഷാ പഠന കേന്ദ്രത്തിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം വർക്കല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MN റോയ് ഉദ്ഘാടനം ചെയ്തു. സുഗതകുമാരി അനുസ്മരണം ചടങ്ങിന്റെ ഭാഗമായി KPCC ബിജാർ വിഭാഗം നടത്തുന്ന ഈ സമ്മേളന പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നതിനായി നമ്മുടെ ബഹുമാന്യനായ മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ആസാദ് അവരെ വിളിക്കുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും എന്റെ സുഹൃത്തുമായ ശ്രീ MN റോയിയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളൂ. കൂടാതെ ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഷാൻസ്, ശ്രീ ഷാജി സത്യവാൻ, ശ്രീ വിനയൻ എസ്, ശ്രീമതി അപർണ, സത്യപ്രഭ, ശ്രീ സുലോചനൻ അവർകൾ, സുഹൃത്ത് ശ്രീ ബിലാൽ തുടങ്ങിയ എല്ലാവരെയും ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ബഹുമാനപ്പെട്ട MN റോയ് സാർ അവരെ ഈ വേദിയിലേക്ക് സുഗതകുമാരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായ അധ്യക്ഷൻ KPCC ബിജാർ വിഭാഗത്തിന്റെ വർക്കലയെ ചുമതല വഹിക്കുന്ന ലക്ഷ്മികുമാരി, മനോഹരൻ സാർ, ഷൻസ്, PY ബിലാല്, ഷാജി സത്യവാൻ, വിനയൻ, AK ആസാദ്, അപർണ, അയൂബ്, സത്യപ്രഭ, സുലോചന ഉൾപ്പെടെ ഈ അനുസ്മരണ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സുഗതകുമാരി ടീച്ചറെ കുറിച്ചൊക്കെ ആധികാരികമായി അവരുടെ കവിത്രയത്തെ കുറിച്ചൊക്കെ സംസാരിക്കുവാൻ ഞാൻ ആളല്ലായെങ്കിലും സുഗതകുമാരി ടീച്ചർ ഒരു കവി കവയത്രി എന്നത് ഉപരിയായി ഈ നാട്ടിൽ നടത്തിയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് എന്നേക്കും എന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷിക്കാനുള്ള സമരം സൈലന്റ് വാലി സമരം നടക്കുമ്പോൾ പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി സുഗതകുമാരി ടീച്ചർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരായ പ്രകൃതി സ്നേഹികൾ ഒത്തുചേർന്നുകൊണ്ട് നടത്തിയ പ്രക്ഷോഭമാണ് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ടും സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ടും സൈലന്റ് വാലി പോലെയുള്ള ഏറ്റവും പ്രകൃതി രമണീയമായ ഔഷധ സമ്പുഷ്ടമായ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് സൈലന്റ് വാലിയെ പറയുമ്പോൾ സുഗതകുമാരി ടീച്ചറെ നമുക്ക് മറക്കുവാൻ കഴിയില്ല. സുഗതകുമാരി ടീച്ചർ മരിച്ചുപോയെങ്കിലും സുഗതകുമാരി ടീച്ചർ തുടങ്ങി വെച്ച അത്താണിയും അഭയൊക്കെ കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക്, കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ഒക്കെ അഭയകേന്ദ്രമായി മാറുന്നത് ഇന്നും നിലനിൽക്കുന്നു. അവരുടെ സ്മരണ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട 2 നാമങ്ങളാണ് അഭയ, അത്താണി. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സുഗതകുമാരി ടീച്ചറുടെ ജന്മദിനമായ ഇന്ന് ഇതുപോലെ ചെറിയ സംസ്ഥാനത്തിലും ഒത്തുകൂടി സുഗതകുമാരി ടീച്ചറെ സ്മരിക്കുവാൻ വേണ്ടി വേദി ഒരുക്കിയ KPCCയുടെ ബിജാർ വിഭാഗത്തിനോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ശ്രീമതി രശ്മി കുമാരി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന കവി സമ്മേളനത്തിൽ PY ബിലാൽ, മനോഹരൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ടീച്ചറുടെ ഒരു കവിത നമ്മൾ ചൊല്ലാതെ പോകുന്നത്, ഓർമ്മിക്കാതെ പോകുന്നത് ഒട്ടും ഭംഗിയല്ല. അതുകൊണ്ട് അതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട മനോഹരൻ സാറിനെ ഒരു കവിത ചൊല്ലുന്നതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ടീച്ചറിന്റെ ഒരു പാട്ട് പിന്നെയും എന്ന കവിതയുടെ ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞൊന്നൊരി കാട്ടുപക്ഷി. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ
ചിറകടിഞ്ഞൊരു കാട്ടുപക്ഷി മഴചുന്ന മാമര കുമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി നോവും പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ട് പാടിടുന്നോ ഇടരുമീ ഗാനമോ നേറ്റുപാടാൻ കൂടെ ഇണങ്ങിയില്ല കൂട്ടിന്നു കിളികളില്ല നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു ഇടരുമീ ഗാനമൊന്നേറ്റുപാടാൻ കൂടെ ഇണയില്ല കൂട്ടിന്നു കിളികളില്ല പതിവുകൾ കുത്തിപ്പിരിഞ്ഞത് മെയ്ച്ചോടി അടവച്ചുയർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി പതിവുകൾ കുത്തിപ്പിരിഞ്ഞത് മെയ്ച്ചോടി അടവച്ചുയർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായോരന്തിയെ കണ്ണാൽ ഒഴിഞ്ഞു കൊണ്ടൊരു കൊച്ചുരാത്തുടർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറപൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി വരവാരങ്ങിയ കണ്ണാൽ ഒഴിഞ്ഞു കൊണ്ടൊരു കൊച്ചുരാത്തുടർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറപൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി ഇരവിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടി മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ തുല്യമുണ്ട് ഇരവിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടി മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട് ആരമില്ലെങ്കിലും 1000 കൊമ്പത്ത് താരുകളുണ്ട് താരങ്ങളുണ്ട് അപ്പാട്ടിലാഹ്ലാദത്തേനുണ്ട് കനിവരും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട്. അടുത്തതായി സുഗതകുമാരി ടീച്ചറെ അനുസ്മരിച്ചുകൊണ്ട് ഒരു കവിത ചൊല്ലുന്നതിനായി ബഹുമാനപ്പെട്ട ബിലാൽ അവരുടെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ആദരവോടെ പ്രവർത്തനം ചെയ്തുകൊണ്ടു. മറ്റ് സ്നേഹസമ്പന്നരായ സുഗതകുമാരി ടീച്ചറിന്റെ ഓർമ്മ അയവർക്കുന്ന ഈ സായാഹ്ന വേളയിൽ ടീച്ചറിന്റെ കാവ്യ ലോകത്തെക്കുറിച്ച് വളരെ മനോഹരമായും സത്യസന്ധമായും ഇവിടെ ഒരു കവിത അവതരിപ്പിക്കുകയുണ്ടായി. കാലാനുബന്ധവും വൃത്തനിബദ്ധവുമായ വളരെ അർത്ഥവത്തായ ഒരു കവിതയായിരുന്നു അത്. ടീച്ചറിന്റെ രാത്രി മഴ എന്ന് പറയുന്ന കവിത ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചറുമായി നേരിട്ട് ബന്ധം. അതിന് കാരണം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ അവാർഡ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. ചാത്തന്നൂർ സ്കൂളിൽ വെച്ചായിരുന്നു അത് ഞങ്ങൾ നടത്തി. അന്ന് സാധാരണ ടീച്ചറിനെയും കൃഷ്ണനാരായണ നമ്പൂരി സാറിനെയും ടീച്ചറിന്റെ സഹോദരി സദൈവകുമാരി ടീച്ചറിനെയും മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രമുഖരെയും അവരുടെ വീടുകളിൽ ചെന്ന് കണ്ട് അവരെ ക്ഷണിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായി. ടീച്ചറിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് അലുവയും വെള്ളവുമാണ്. രണ്ടാമതായി ടീച്ചറിനെ ഓർക്കുന്നത് തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തവുമായ യൂണിവേഴ്സിറ്റി കോളേജിന്റെ കോമ്പൗണ്ടിൽ വളരെ വലിയ വൃക്ഷങ്ങൾ ഉണ്ടായി മതിലോട് ചേർന്ന്. ആ വൃക്ഷങ്ങളെല്ലാം പടർന്ന് പന്തലിച്ച് റോഡിന് മുകളിൽ കൂടി
അപകട സാധ്യത ഉണ്ട്. സർക്കാർ ഉത്തരവിട്ട കാര്യങ്ങൾ കുറിച്ച് അപ്പോഴും സുഗതകുമാരി ടീച്ചറുടെ ഇടപെടലുണ്ടായി. ഉപരോധം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടന്നു. എങ്കിലും ആ വൃക്ഷങ്ങൾ കുറച്ചുമായി. ടീച്ചറിന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കർഷക ശ്രീ അവാർഡ്, വൃക്ഷമിത്ര അവാർഡ്, അങ്ങനെ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. എങ്കിലും സാഹിത്യകാരന്മാരും ചിന്തകന്മാരും എഴുത്തുകാരും നമ്മളെ പോലെയുള്ളവരുമൊക്കെ ആഗ്രഹിക്കുന്നത് ടീച്ചറിന് കിട്ടിയ വൃക്ഷമിത്ര അവാർഡ്. വൃക്ഷങ്ങളെയും പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും അതുപോലെ തന്നെ പക്ഷി മൃഗാദികളെയും സ്നേഹിച്ചിരുന്ന ഒരു മഹാകവയത്രിയായിരുന്നു സുഗതകുമാരി ടീച്ചർ. ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകൾ. ടീച്ചർ ഭാഷാ അധ്യാപികയായിരുന്നു. മലയാള സാഹിത്യത്തിൽ വളരെ പ്രമുഖരായ അധ്യാപകരുടെ കൂട്ടത്തിൽ വളരെ പ്രശസ്തയായ ഒരു കവിയും അതിലുപരി ഒരു അധ്യാപികയും ആയിരുന്നു. ആ ടീച്ചറിന്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനൊന്നും കവിയല്ല, എഴുത്തുകാരനല്ല എന്ന് എനിക്കൊത്തുമാ ബോധം. ആ ടീച്ചറിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സാദരമർപ്പിച്ചുകൊണ്ട് ഞാൻ എഴുതിയ ചിന്നനും കുട്ടനും എന്ന് പറയുന്ന ഒരു കൊച്ചു കവിത ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സന്മാനസുണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നു. ചിന്നനും കുട്ടനും അനുഭവ സമ്പന്നമായ ഒരു കവിതയാണ്. ഭാവനയുടെ ഭാഗമായി ഞാൻ വളർത്തിയെടുത്ത രണ്ട് കഥാപാത്രങ്ങൾ. ചിന്നൻ പാവപ്പെട്ട വീട്ടിൽ ജനിച്ചൊരു കുട്ടി, കുട്ടൻ സമ്പന്നമായ ഒരു വീട്ടിൽ ജനിച്ച കുട്ടി. രണ്ടുപേരും സ്കൂൾ ക്ലാസ് മുതൽ കൂട്ടുകാരാണ്. ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്, ഒരുമിച്ചാണ് തിരികെ വരുന്നത്. പക്ഷേ മാതാപിതാക്കൾ ചെലുത്തുന്ന ചില സ്വാധീനങ്ങളുടെ ഫലമായി അവരുടെ സൗഹൃദം, അവരുടെ വിദ്യാഭ്യാസം, ഒടുവിൽ അവർ ഏതെല്ലാം നിലകളിലെത്തി എന്താകുമോ എന്നുള്ളതാണ് കവിതയുടെ സാരാംശം. ചിന്നനും കുട്ടൻ. അങ്ങേലെ ചിന്നനും ഇങ്ങേലെ കുട്ടനും അക്കരെ കുന്നിലെ സ്കൂളിലാണ്. സ്കൂളിൽ വന്നാലവർ കൂട്ടരാണ്, നാട്ടിൽ വന്നാലോരി കുക്കളാണ്. കുട്ടന്റെ വീടൊരു കൊട്ടാരമാണ്, ചിന്നന്റെ വീടൊരു ചെറ്റക്കൂടിൽ. ഒന്നു തുമ്മിയാലുറച്ചു കേൾക്കാവുന്ന ചുറ്റുവട്ടത്തിലാണ് കുട്ടികൾ. ഒന്നു തുമ്മിയാലുറച്ചു കേൾക്കാവുന്ന ചുറ്റുവട്ടത്തിലാണ് കുട്ടികൾ. പിന്നെന്ത് കൂട്ടര് ചിന്നനും കുട്ടനും ശത്രുക്കളായതെന്നോട്ടു നോക്കൂ, ശത്രുക്കളായതെന്നോട്ടു നോക്കൂ. ഒന്നും അറിയാത്ത കുഞ്ഞു മനസ്സില് കുത്തിവയ്ക്കുന്നു വിഷബീജികൾ. കുട്ടികളായിരിക്കുമ്പോൾ വളരെ നിർമ്മല ഹൃദയരാണ്. ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. ഓരോ ക്ലാസ്സുകൾ കഴിയുന്തോറും ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം ഉണ്ടാകും. ഇല്ലെങ്കിൽ വീട്ടുകാരുൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ എല്ലാം അവരിൽ കുത്തിവയ്ക്കും. സമ്പന്നനായ കുട്ടന്റെ അമ്മ കുട്ടനോട് പറയുകയാണ്, മാതപ്പൂല എന്ന പയലുമായി നീ സ്കൂളിലൊരുമിച്ച് പോയിടേണ്ട. ഒത്തു നടക്കരുതപ്പൂലച്ചക്കനെ കണ്ടാലിനിയൊന്നും മിണ്ടിയിടേണ്ട. ഒത്തു നടക്കരുതപ്പൂലച്ചക്കനെ കണ്ടാലിനിയൊന്നും മിണ്ടിയിടേണ്ട. കാപട്യമില്ലാത്ത കുട്ടൻ ചോദിച്ചമ്മേ, ചിന്നനും ഞാനും ഒരുപോലല്ലേ, ചിന്നനും ഞാനും ഒരുപോലല്ലേ. കുട്ടൻ പച്ചക്കുടിയാണ് അവന്റെ മനസ്സിൽ നിഷ്കളങ്കത മാത്രമേ. നമ്മുടെ സ്കൂളില് എന്നോടെ ക്ലാസ്സില് ഒന്നാമനാണവൻ അമ്മേ ചിന്നൻ. മലയാളവും ഇംഗ്ലീഷും എല്ലാ വിഷയവും ചിന്നന് നന്നായി അറിയാമമ്മേ, ചിന്നന് നന്നായി അറിയാമമ്മേ. ചിന്നനും ഞാനും അടുത്താണമ്മേ, ചിന്നനെല്ലാം എനിക്കോദിത്തരും. ഓർത്തു നോക്കൂ നിങ്ങൾ കൂട്ടുകാരെ, കൂട്ടരാം ചിന്നനെയും കുട്ടനെയും
കൂട്ടരാം ചിന്നനെ കുട്ടനെയും. കാലം പലതും കഴിഞ്ഞു പോയി, ക്ലാസം പലതും കഴിഞ്ഞു പോയി, കുട്ടന്റെ അമ്മയെ കുട്ടനോടോതി. കുട്ടന്റെ അച്ഛന് കുടവയറില്ലേ, ചിന്നന്റെ അച്ഛൻ മെലിഞ്ഞോനല്ലേ, ജാതിയിൽ നമ്മൾ വലിയോരല്ലേ, ചിന്നനോട് തുലച്ചക്കനല്ലേ, നമ്മുടെ വീടൊരു മാളികയല്ലേ, ചിന്നന്റെ വീടൊരു ചെറ്റക്കൂടിൽ. ഓർത്തു നോക്കൂ നിങ്ങൾ കൂട്ടുകാരെ, കൂട്ടരാം ചിന്നനെ കുട്ടനെയും. ഇതൊക്കെ ആണെങ്കിലും ചിന്നനെ കുട്ടൻ എപ്പോഴും കൂട്ടുക, ഒരുമിച്ച് സ്കൂളിൽ പോകുന്നു. കാലം പലതും കഴിഞ്ഞു പോയി, ക്ലാസ് പലതും കഴിഞ്ഞു പോയി, സ്കൂളിൽ വാർഷികാഘോഷമായി, ചിന്നനും കുട്ടനും പേരു നൽകി, ചിന്നനും കുട്ടനും പാട്ടുപാടി, ചിന്നന് സമ്മാനമൊന്നു കിട്ടി. കുട്ടന്റെ അമ്മ ഈ വാർത്തയറിഞ്ഞു, കുട്ടന് തല്ലും ശകാരവുമായി, കുട്ടന് തല്ലും ശകാരവുമായി. ഓർത്തു നോക്കൂ നിങ്ങൾ കൂട്ടുകാരെ, കൂട്ടരാം ചിന്നനെ കുട്ടനെയും. കാലം പലതും കഴിഞ്ഞു പോയി, ക്ലാസം പലതും കഴിഞ്ഞു പോയി, സ്കൂളിൽ വാർഷികാഘോഷമായി, ചിന്നനും കുട്ടനും പേരു നൽകി, ചിന്നനും കുട്ടനും പാട്ടുപാടി, ചിന്നന് സമ്മാനമൊന്നു കിട്ടി. മാർച്ച് മാസം പറയാതെ വന്നു, മാർച്ചിനൊടുവിൽ പരീക്ഷ തീർന്നു, മെയ് മാസം ഓടിക്കി വച്ചു വന്നു, ചിന്നനും കുട്ടനും പേടിയായി. മെയ് മാസം സന്തോഷമായി പറഞ്ഞു, ചിന്നനും കുട്ടനും പാസ്സായെന്ന്. ഫസ്റ്റ് ക്ലാസ്സിൽ ചിന്നനും തേർഡ് ക്ലാസ്സിൽ കുട്ടനും വിജയത്തിൻ മുൻപിൽ പങ്കുവച്ചു. കുട്ടന്റെ അമ്മ ഈ വാർത്തയറിഞ്ഞു, കുട്ടന് തല്ലും ശകാരവുമായി, കുട്ടന് തല്ലും ശകാരവുമായി. കാലം പലതു കഴിഞ്ഞു പോയി, ക്ലാസം പലതു കഴിഞ്ഞു പോയി, ചിന്നനും കുട്ടനും കോളേജിലായി, ഇരു ക്ലാസ്സിലായവർ വേർപിരിഞ്ഞു. ഒത്തു നടന്നവരിന്നു കണ്ടാൽ ഒന്നു ചിരിച്ചു പിരിഞ്ഞിടുന്നു, ഒത്തു നടന്നവരിന്നു കണ്ടാൽ ഒന്നു ചിരിച്ചു പിരിഞ്ഞിടുന്നു. കോളേജിൽ രാഷ്ട്രീയ കുട്ടനെയും കോമാളിയാക്കി തിരിച്ചിടുന്നു, കോമാളിയാക്കി തിരിച്ചിടുന്നു. കഞ്ചാവ് ബീഡിയും ചാരായവും കുട്ടനെ ചുറ്റിലും കൂട്ടുകാരും, മാളിക വീട്ടിലെ പൊന്നോമന മാലോർക്കെല്ലാവർക്കും ശല്യമായി, മാലോർക്കെല്ലാവർക്കും ശല്യമായി. കാലം പലതു കഴിഞ്ഞു പോയി, ക്ലാസം പലതു കഴിഞ്ഞു പോയി, ചിന്നനോടും ചിന്ന ഡോക്ടറായി, ഗ്രാമത്തിലുള്ളൊരു ഹോസ്പിറ്റലിൽ. ഒരു ദിനം സൈറൻ മുടങ്ങിയൊരാംബുലൻസ് ചിന്നന്റെ ഹോസ്പിറ്റൽ മുറ്റത്തെത്തി. അത്യാഹിതം പെട്ടെന്നാകണം ഡോക്ടറെ, റോഡിൽ നടന്നൊരു ടീച്ചറാണേ, റോഡിൽ നടന്നൊരു ടീച്ചറാണേ. രക്തത്തിൽ മുങ്ങി കുളിച്ചൊരു സ്വപ്നത്തെ സ്ട്രക്ചറിൽ നീക്കിയെടുത്തിടുന്നു. പെട്ടെന്ന് ചിന്നൻ തിരിച്ചറിഞ്ഞു, മാളിക വീട്ടിലേക്ക് ചൊട്ടനെ. ഓർത്തു നോക്കൂ നിങ്ങൾ കൂട്ടുകാരെ, കൂട്ടരാം ചിന്നനെ കുട്ടനെയും. 3 മണിക്കൂർ നീണ്ടൊരു സർജറി, 3 മണിക്കൂർ നീണ്ടൊരു സർജറി, ചിന്നൻ പ്രധാനിയായി ചെയ്തിടുന്നു. കുട്ടന്റെ ജീവനും കുട്ടന്റെ ചങ്ങാത്തവും ഡോക്ടറാം ചിന്നൻ തിരിച്ചെടുത്തു, ഡോക്ടറാം ചിന്നൻ തിരിച്ചെടുത്തു. കുട്ടന്റെ അമ്മയി ചിന്നനോടോടി, നോക്കണം ഡോക്ടറെ കൊച്ചുട്ടനെ. കുട്ടന്റെ അമ്മയി ചിന്നനോടോടി, നോക്കണം ഡോക്ടറെ കൊച്ചുട്ടനെ. പണ്ട് പറഞ്ഞത് മാതപ്പുല എന്റെ പയ്യലുമായി നീ ഇനി സ്കൂളിൽ ഒരുമിച്ച് പോയിടേണ്ട, ഒത്തു നടക്കരുത പുലച്ചക്കരെ, കണ്ടാലിനിയൊന്നും മിണ്ടിടേണ്ട, കണ്ടാലിനിയൊന്നും മിണ്ടിടേണ്ട. നമസ്കാരം. എ കെ ആസാദ്, നെല്ലേറ്റിൽ അസ്ലം, രാജൻ കുരക്കണ്ണി, ആർ സുലോചനൻ, എസ് പ്രസാദ്, ഷൺസ്, തയ്യൂബ്, ഷാജി, സത്യവാൻ,
അപർണ സുരേന്ദ്രൻ, സത്യപ്രഭ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ഡെസ്ക് നവലോകം.